12 ഭാര്യമാർ, 102 മക്കൾ, 578 കൊച്ചുമക്കൾ. കേട്ടിട്ട് തന്നെ അമ്പരപ്പും കൗതുകവും തോന്നുന്നുണ്ടല്ലേ? ഇവിടെ ഒരു കുടുംബം നോക്കാൻ പറ്റുന്നില്ല. അപ്പോഴാ ആരെയും അമ്പരപ്പിക്കുന്ന കുടുംബജീവിതം കൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടം പിടിക്കുകയാണ് ഒരു 70കാരൻ. കിഴക്കൻ ഉഗാണ്ടയിലെ മുക്കീസ ഗ്രാമവാസിയായ മുസ ഹസഹ്യ കസേറയുടേതാണ് ഈ വൈറൽ കുടുംബം. ലോകത്ത് ഏറ്റവും കൂടുതൽ മക്കളുള്ള വ്യക്തി എന്ന പേരിൽ പ്രചരിക്കുകയാണ് ഈ വീഡിയോ. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇതാ ശ്രദ്ധിക്കപ്പെട്ടതോടെ ഇദ്ദേഹത്തിന്റെ കുടുംബവും ഇപ്പോൾ വൈറലാവുകയാണ്. അതിന്റെ ദൃശ്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് മൂസ ഈ തരത്തിലേക്ക് എത്തിയത്? 1972 17-ാം വയസ്സിലായിരുന്നു മൂസയുടെ ആദ്യ വിവാഹം. കന്നുകാലി കച്ചവടത്തിലും മാംസ കച്ചവടത്തിലും പേരെടുത്ത മൂസയിൽ ആകൃഷ്ടരായ ദരിദ്രരായ ഗ്രാമവാസികൾ തങ്ങളുടെ പെൺമക്കളെ മൂസയ്ക്ക് വിവാഹം ചെയ്ത് നൽകാമെന്ന വാഗ്ദാനവുമായി മുന്നോട്ട് വരുന്ന അല്ലെങ്കിൽ കാഴ്ചവെക്കുന്നു. ഉഗാണ്ടയിലെ ചില പ്രത്യേക മതവിഭാഗക്കാരിൽ ബഹുഭാര്യാത്വം നിയമപരമായിരുന്നുവെങ്കിലും 1995ഓടെ ശൈശവ വിവാഹം രാജ്യത്ത് നിരോധിക്കപ്പെട്ടിരുന്നു. 18-ാം വയസ്സിലാണ് മൂസയ്ക്ക് ആദ്യ കുഞ്ഞ് ജനിക്കുന്നത്. സാഡ്ര നവ്വാരെ എന്നാണ് മൂസ അവൾക്ക് നൽകിയ പേര്. ഇന്ന് 10 വയസ്സ് മുതൽ 50 വയസ്സ് വരെയുള്ള മക്കള് മൂസയ്ക്കുണ്ട് എന്നുള്ളതാണ്. മൂസയ്ക്ക് 70 വയസ്സാണ്. അതിൽ തന്നെ 35 വയസ്സുകാരിയായ ഭാര്യയാണ് ഏറ്റവും അവസാനത്തേത്. 12 ഭാര്യമാരിൽ നിന്നായി 120 മക്കളാണ് മൂസയ്ക്ക് പിറന്നത്. മക്കളുടെ മക്കൾ കൂടിയായപ്പോൾ കുടുംബം വീണ്ടും വളർന്നു. ഇപ്പോൾ 578 കൊച്ചുമക്കളുടെ മുത്തശ്ശൻ കൂടിയാണ് മൂസ. വളർന്നു വലുതാകുന്ന കുടുംബം വലിയൊരു അനുഗ്രഹമാണെങ്കിലും ഇടയ്ക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് എന്നുള്ളതാണ് മൂസ പറയുന്നത്. കാരണം ദരിദ്ര ഒരു രാജ്യം കൂടെയാണിത്. ദാരിദ്ര്യമാണ് ഏറ്റവും വലിയൊരു വെല്ലുവിളി അവർക്ക്. മൂസ പറയുന്നത്, എനിക്ക് ആദ്യത്തെ കുഞ്ഞിന്റെയും അവസാനത്തെ കുഞ്ഞിന്റെയും പിന്നെ മറ്റു ചില കുട്ടികളുടെയും പേരുകൾ മാത്രമേ ഓർമ്മയുള്ളൂ എന്നുള്ളതാണ്. അത്രത്തോളം കുട്ടികൾ വീട്ടിലുണ്ട്. 102 മക്കളുടെയും 578 കൊച്ചുമക്കളുടെയും പേരുകൾ ഓർത്തു വയ്ക്കുക വലിയ പ്രയാസമേറിയ കാര്യമാണെന്നാണ് മൂസ പറയുന്നത്. മക്കൾ ജനിച്ച വർഷവും അവരുടെ പേരുകളും ഏത് ഭാര്യയിൽ ജനിച്ച കുഞ്ഞുങ്ങൾ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഒരു നോട്ട്ബുക്കിൽ മൂസ കുറിച്ചു വച്ചിട്ടുണ്ട്. പലപ്പോഴും ഈ ബുക്ക് തന്നെ സഹായിക്കാറുണ്ട് എന്നുള്ളതാണ് മൂസ പറയുന്നത്. ഇത്രയും വലിയ കുടുംബം സ്വന്തമായിട്ടുണ്ടെങ്കിലും കാണുന്ന പോലെ അത്ര സുഖകരമൊന്നുമല്ല മൂസയുടെ ജീവിതം. തുരുമ്പെടുത്ത മേൽക്കൂരയുള്ള കൊച്ചു വീട്ടിലാണ് മൂസയും ഈ കൊച്ചു കുടുംബമല്ല, ക്ഷമിക്കണം, വലിയ കുടുംബവും കഴിയുന്നത്. ഇത്രയും അംഗങ്ങൾക്ക് ഒരുമിച്ച് കഴിയാൻ സാധിക്കാത്തതിനാൽ തൊട്ടടുത്തായി പുല്ലുമേന മൺകുടിലുകളായാണ് മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം മൂസ ഇവിടെയാണ് പാർപ്പിച്ചിരിക്കുന്നത്. മൂസയുടെ 2 ഏക്കർ ഭൂമിയിലായി അടുത്തടുത്തായാണ് ഈ കുടുംബം കഴിയുന്നത്. തങ്ങൾ വളരെ ബുദ്ധിമുട്ടിയാണ് കഴിഞ്ഞുകൂടുന്നതെന്നും മൂസയുടെ 3ാമത്തെ ഭാര്യ സബീന പറയുന്നു. ഭക്ഷണം കഷ്ടിച്ചാണ് ലഭിക്കുന്നത്. കുട്ടികൾക്ക് ദിവസവും ഒരു നേരമാണ് ഭക്ഷണം ലഭിക്കുന്നത്. ചില ദിവസങ്ങളിൽ 2 നേരമൊക്കെ ഭക്ഷണം കൊടുക്കാൻ സാധിക്കുന്നത് തന്നെ വലിയ അനുഗ്രഹമാണെന്നാണ് സബീന പറയുന്നത്. പട്ടിണിയാണ് മൂസയുടെ കുടുംബം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്നുള്ളതാണ് മൂസ തന്നെ പറയുന്നത്. അയൽവാസികൾക്ക് വേണ്ടി വെള്ളവും വിറകും കൊണ്ടു കൊടുക്കുന്ന ജോലിയാണ് ഇപ്പോൾ കുട്ടികളൊക്കെ ചെയ്യുന്നത്. മറ്റുള്ളവരും ചെറിയ ചെറിയ ജോലികളിൽ ഏർപ്പെട്ടാണ് ഇപ്പോൾ വരുമാനമൊക്കെ കണ്ടെത്തുന്നത്. തുടക്കത്തിൽ വീണ്ടും വിവാഹം കഴിക്കുന്നത് തനിക്കൊരു തമാശയായിരുന്നുവെന്നും അതിന്റെ ഗൗരവം ഇപ്പോഴാണ് മനസ്സിലാക്കുന്നതെന്നും മൂസ പറയുന്നത്. ഇത് വളരെ റയർ ആയിട്ടുള്ള നമ്മുടെ ലോകത്തിലുള്ള വളരെ ഒരുപാട് മക്കളുള്ള അല്ലെങ്കിൽ ഒരുപാട് അംഗങ്ങൾ അടങ്ങുന്ന കുടുംബങ്ങളിൽ ഒരാളാണ് മൂസയുടെ കുടുംബം. എത്രത്തോളം കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ ലഭിക്കുന്നത് എത്രത്തോളം നല്ലതാണ്, വലിയ കുടുംബങ്ങൾ നല്ലതാണെന്ന് പറയുമ്പോഴും വിദ്യാഭ്യാസം, ചെലവ്, അവരുടെ പോഷക ഗുണങ്ങളുള്ള ആഹാരം എല്ലാ കുട്ടികൾക്കും കിട്ടുക എന്നുള്ളതൊക്കെ വലിയ വെല്ലുവിളിയായാണ് മൂസയും കുടുംബവും കാണുന്നത്. ഭക്ഷണം പോലും കൃത്യമായി കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥ. അത്രത്തോളം വരുമാനമുണ്ടെങ്കിൽ മാത്രം ഈ പരിപാടികൾക്ക് ഇറങ്ങുക എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ വരുന്ന കമന്റുകളൊക്കെ. എന്തായാലും മൂസയുടെ കുടുംബം വലിയ രീതിയിൽ ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ്.